ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഹോം ടൂറാണ്. നമ്മുടെ സൗദിയിലെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ട്, അതായത് നമുക്ക് ലക്കിന് കിട്ടിയ വീടാണ്. ഞങ്ങൾ നേരത്തെ കോബാറിലായിരുന്നപ്പോൾ അവിടെ ജസ്റ്റ് ഒരു റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂം മാത്രമുള്ള ഒരു റൂമായിരുന്നു നമുക്ക് വന്നപ്പം കിട്ടിയിരുന്നത്. പക്ഷേ കസീമിലോട്ട് മാറിയപ്പോഴത്തേക്ക് ഇവിടെ സാധാരണ റൂമിനൊക്കെ എന്തായാലും റെൻറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. കസീം ഇത് ഉനൈസ എന്ന് പറയും, ആ ഭാഗത്തായിട്ട്. അങ്ങനെ ഇത് ഞങ്ങൾക്ക് അങ്ങനെ ലക്കിന് ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് താമസിച്ചിരുന്നവർ മാറുകയും ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ വീടാണ്, അതുകൊണ്ട് ഇച്ചിരി വലിപ്പം കൂടുതലാണ് ഇത്. ഞങ്ങൾ നേരത്തെ താമസിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടുതലാണ്. അങ്ങനെ നമുക്ക് ജസ്റ്റ് വരുന്നത് 3 റൂംസും ബാക്കി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതാണ് ഫസ്റ്റ് റൂം എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ട് തന്നെയാണ് ജസ്റ്റ് ഈ ഒരു റൂം. ഇത് നമ്മൾ സൗദിയിൽ മറ്റേ ഒരു വിരുന്നുകാരൊക്കെ വരുമ്പം ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സെറ്റപ്പാണ് ഈ റൂം അവർ ചെയ്തേക്കുന്നത്. ഇവിടെ മാത്രമാണ് ഈ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി ഇതൊക്കെ സാധാ നമുക്ക് സെറ്റി ഐറ്റംസ്, നമ്മൾ മജ്ലിസ് എന്നൊക്കെ പറയും ഇവിടെ ഉള്ളവർ, അങ്ങനത്തെ ഒരു മോഡൽ സാധനമാണ്. നമ്മുടെ അപ്പുറത്ത് യമൻ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ നമുക്ക് തന്നെയായിരുന്നു ഈ വയലറ്റ് കളറ്. എന്ത് പറയുന്ന മജ്ലിസ് ആണോ സോഫ, അങ്ങനത്തെ ഒരു മോഡൽ ടൈപ്പാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സെറ്റിയുടെ ബാക്കി കുഷ്യൻസും കാര്യങ്ങളുമാണ്. പിന്നെ ഇപ്പം അവിടെ ഇടാൻ മോൻ താമസിക്കത്തില്ല, അതുകൊണ്ട് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണ്. ഇത് പിന്നെ വേറെ ഒന്നുമല്ല, നമ്മുടെ വാട്ടർ ക്യാൻസ് ആണ്. അതും മോനെ പേടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചേക്കുന്നതെന്ന് മാത്രം. അങ്ങനെ പിന്നെ അലുക്കുലത്ത് അങ്ങനത്തേക്കുള്ള ഐറ്റംസ് മാത്രം ഇങ്ങനത്തെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് മോൻ്റെ ബാത്ത് അങ്ങനത്തെ ഐറ്റംസ്, മോൻ പെട്ടെന്ന് എടുക്കാതിരിക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരെ ഓരോരോ റൂമിനകത്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ്, ഇതങ്ങോട്ട് ജസ്റ്റ് മെയിൻ ഡോറാണ് കേട്ടോ. ഇത് തുറക്കുന്നത് നമുക്ക് അപ്പുറത്തെ നെയ്ബറിനെ കാണാൻ പറ്റും. നെയ്ബറിൻ്റെ ഡോറും ഓപ്പോസിറ്റാണ്. പിന്നെ നമുക്കിത് വരുന്ന ഒരു ബാത്റൂമാണ്. 2 ടൈപ്സ് ഓഫ് ബാത്റൂം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യൻ ബാത്റൂമും ഉണ്ട്, യൂറോപ്യനും ഉണ്ട്. ഇത് ഇന്ത്യൻ ടൈപ്പാണ്. പിന്നെ വരുമ്പോൾ തന്നെ ഒരു വാഷ് ഫേസ് അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഞങ്ങളുടെ ലിവിങ് റൂം, ഹാള് എല്ലാം എന്ന് പറയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് റൂമിലോട്ട് ഞങ്ങളങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. എപ്പോഴും മോൻ കതവ് കാര്യങ്ങളൊക്കെ അടപ്പാണ് പരിപാടി. അന്നേരം ഇത് ഹാളിലാവുമ്പോൾ പിന്നെ ആ ഒരു റിസ്ക് വേണ്ട. അത് മാത്രമല്ല ഈ സെറ്റിൽ നിന്ന് അവൻ എടുത്ത് എപ്പോഴും ചാടാറുമുണ്ട്. അന്നേരം ആ ഒരു റിസ്ക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബെഡ് മെയിനായിട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. ബെഡും പിന്നെ ബാക്കി അവൻ്റെ സേഫിന് വേണ്ടിയിട്ടുള്ള കുഷ്യൻസും കാര്യങ്ങളും എല്ലാം അങ്ങും ഇങ്ങും എടുത്തിട്ടുണ്ട്. അവിടെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ആ ഭാഗത്ത് ആ മണ്ടയ്ക്ക് അവൻ കയറിയിട്ടെടുത്ത് ചിലപ്പോൾ ചാടും. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സാണ് അവിടെ കുഷ്യൻ ഇട്ടേക്കുന്നത്. ബാക്കി കുഷ്യനെല്ലാം നമ്മൾ അപ്പുറത്ത് വെച്ചേക്കുവാണ്. പിന്നെ അതിൻ്റെ പാട്ടായിട്ടുള്ളൊരു ചെറിയൊരു സെറ്റി പോലത്തെ ഒരു ഭാഗമാണ്. ഫുൾ അവിടെ നമുക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു വാങ്ങിച്ചപ്പോൾ. അങ്ങനെ ഫ്രിഡ്ജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ നമ്മൾ ഹാളിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഹാളാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് ഇപ്പോൾ എനിക്ക് മോനെ നോക്കാനാണെങ്കിൽ മാനേജ് ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ്. കാരണം അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നേരെ തന്നെയാണ് കിച്ചൺ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നിന്ന് എനിക്ക് കാണാനും പറ്റും. അന്നേരം എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അങ്ങോട്ട് ഓടണ്ട ഇങ്ങോട്ട് ഓടണ്ട അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് മെയിനായിട്ടും പോകാത്തത്. പിന്നെ ബാക്കി റൂംസിലൊക്കെ ആകുമ്പോൾ കൂടുതൽ വണ്ടികൾ പോകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നല്ല കേൾക്കാൻ പറ്റും. എന്നിട്ട് പെട്ടെന്ന് മോൻ ചാടി എണീക്കുകയും ചെയ്യും. ഈ വീട് മൊത്തം സത്യം പറഞ്ഞാൽ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു മോൻ്റെ സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് ഫുൾ കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അന്നേരം നമ്മൾ നാട്ടിലത്തെ കണക്ക് പുറക്കെ ഓടേണ്ട ആവശ്യമില്ല. അവൻ്റേതായിട്ടുള്ള സേഫ്റ്റിയിലാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതാണ് കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. നമുക്ക് നിർബന്ധിച്ചാരെയും കാണിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ജസ്റ്റ് കാർഡ്ബോർഡല്ല സോറി, അങ്ങനെ ഫുള്ള് അതിന് കതവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കി
പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ ബാക്കി സ്റ്റൗവും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണ് അവിടെ അത്രയും. അടുക്കള പരമാവധി സിമ്പിളാക്കാൻ നോക്കിയിട്ടുണ്ട്, പരമാവധി പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കി എടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ താഴെയൊക്കെ തന്നെ ഈ കാർഡ്ബോർഡ് കിടക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാർഡ്ബോർഡ് മാറ്റി അങ്ങോട്ട് നോക്കാൻ തോന്നത്തില്ല, ആ രീതിയിലാണ് അവസ്ഥ. ഞാനിപ്പോൾ കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് അവിടെ ഒരു കുഴി പോലെയൊക്കെയാണ്. അന്നേരം പറഞ്ഞാലൊക്കെ മോനും ചെന്ന് പെട്ടെന്ന് ആ കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി അവനെ അതിനകത്ത് പിടിക്കാൻ നോക്കും. അങ്ങനെ അതും നമ്മൾ മാറ്റി. പിന്നെ ഫസ്റ്റ് വേറെ ഒന്നുമില്ല, ഇതാണൊക്കെ നമുക്ക് കിച്ചൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു വാഷ് ഫേസും കാര്യങ്ങളും. പിന്നെ ഇതും നമ്മുടെ യൂറോപ്യൻ ടൈപ്പ് ക്ലോസറ്റാണ്. പിന്നെ ഇവിടുന്ന് നേരെ ഉള്ളൊരു റൂം ആണൊക്കെ. എല്ലാ റൂമും ഒഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാവരും ഇത് കാണുമ്പോൾ ചോദിക്കുന്നത് ഈ റൂമിൽ ഭയങ്കര എക്കോ ആണ് കേട്ടോ. ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും റൂം ഉണ്ടായിട്ട് എന്തിനാ ഹാളിൽ കിടക്കുന്നതെന്നാണ്. എന്നാലും ഇതൊക്കെയാണ് മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതാണെങ്കിൽ കുറച്ച് ബാക്കി ഉള്ള തുണികളാണെങ്കിലും അങ്ങനത്തെ അലക്കുലത്തെ ഐറ്റംസ് മോൻ പെട്ടെന്ന് എടുക്കാതിരിക്കാനുള്ള മോൻ്റെ സ്ട്രോളർ, അങ്ങനെ പിന്നെ ഉള്ള കാർഡ്ബോർഡുകൾ അങ്ങനെയൊക്കെ ഒരുവിധം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഡോർ അടച്ചിട്ട് കഴിഞ്ഞാൽ അവൻ കയറത്തില്ല. ഡോറ് തുറന്ന് കിടന്നാൽ മാത്രമേ ഉള്ളൂ അതിനകത്തോട്ട് അവൻ കൂടുതൽ സാധനങ്ങൾ പറക്കാൻ കയറുന്നത്. പിന്നെ നമ്മൾ കയറുമ്പോൾ ഓൾറെഡി അത് നമ്മുടെ കൂടെ കയറും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ആകെ ഇപ്പോൾ 2 റൂം കഴിഞ്ഞു, ഇത് 3ാമത്തെ റൂമാണ്. ഇതും നമ്മൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ റൂം നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിക്കാനും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഏത് ഭാഗത്തും അവൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും അങ്ങനെയൊക്കെ മാത്രമാണ്. ഇപ്പം മറ്റേ ഞാൻ ആദ്യം കാണിച്ച റൂമില്ലേ, ഇവിടെ ആയിരുന്നു തുണി ഉണക്കിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് മോൻ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണക്കാനിട്ടാലും അവൻ വലിച്ച് വാരിയെടുത്ത് തറവോടൊപ്പം. അതുകൊണ്ട് അത് അവിടുന്ന് ഒഴിവാക്കി നമ്മൾ ഫസ്റ്റ് റൂമിൽ കാണിച്ചില്ലേ, അവിടെ തന്നെയാണ് ഇപ്പോൾ തുണി ഉണക്കലും. ഇവിടെ ജനൽ തുറന്ന് കിടക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് സൗണ്ട് കേൾക്കാതിരിക്കാം. വണ്ടിയുടെയൊക്കെ നല്ല സൗണ്ട് വരും. ജനലിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഫുൾ കമ്പിയും കാര്യങ്ങളുമാണ്. പിന്നെ മെയിനായിട്ടും കൊച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ അങ്ങോട്ട് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയുള്ള ആള്. അന്നേരം പിന്നെ എന്തായാലും ജനലിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട, നാട്ടിലത്തെ കണക്ക് വലിഞ്ഞ് കയറുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഫുൾ നെറ്റും കാര്യങ്ങളും കൊതുവോ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഇതാണ് ടേബിളും. ഇവിടെ ഫുഡ് ഇരുന്ന് കഴിക്കാനാണെങ്കിലും ബാക്കിയും അവിടെ ആ മൂലയ്ക്കും ഇതാണെങ്കിൽ സാധനങ്ങൾ വർക്ക് വെച്ച് വെക്കുവാണെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റി അപ്പുറത്തെ റൂമിലോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. എല്ലാ റൂമിലും ഒരു റൂമിൽ മൊത്തം ഇങ്ങനെ തലക്കുലത്തെ ഐറ്റംസ് എല്ലാം അങ്ങ് ആക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സൗദി വീടിൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത്. കാണുമ്പോൾ വിചാരിക്കും വലിയ ഇത് എങ്ങനെ കിട്ടി, ഏതോ ഭാഗ്യത്തിന് പറഞ്ഞ കണക്ക് ലക്കിന് കിട്ടി എന്നാണ്. ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള വീടെന്ന് പറയുന്നത് അവർക്ക് 4 റൂമും കാര്യങ്ങളൊക്കെയാണ്. അവിടെയും എനിക്ക് തോന്നുന്നു റെൻറ്റ് കുറവും ഒക്കെയാണ്. പിന്നെ താഴെ 2 റൂമും അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളുമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ നേരത്തെ താമസിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊട്ടാരമാണ്. ആദ്യം വന്ന സമയത്ത് എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇക്കായും കൂടെ പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുമല്ലേ, ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ അന്ന് ആ ഫസ്റ്റ് റൂം മാത്രമേ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. പിന്നെ എനിക്ക് ക്ലീൻ ചെയ്തിട്ടല്ലേ ബാക്കിയെല്ലാം ഇങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അവിടെ മാത്രം നിന്ന് മോനെയും കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കുക്കിങ്ങിന് വരുവാണെങ്കിൽ ഫുൾ ലൈറ്റും ഇട്ട് രസമാണ് ഇവിടെ. അങ്ങനെ ആയിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് ഏകദേശം വന്ന് ഞങ്ങൾ കഴിഞ്ഞ നവംബറിലാണ് വന്നത്. പിന്നെ 1 മാസമൊക്കെ എടുത്ത് ഏകദേശം എനിക്ക് ഈ വീടുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എല്ലാം എന്ന് പറയാം. ആ രീതിക്ക് ഇപ്പോൾ ഈ വീടങ്ങ് നമുക്ക് കുറച്ച് ദിവസം താമസിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആയിട്ടങ്ങ് അഡ്ജസ്റ്റ് ആകത്തില്ലേ, അതുപോലെ അഡ്ജസ്റ്റായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹോം ടൂർ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ കുഞ്ഞിനെന്തെന്ന് ചോദിക്കുകയെന്നവർക്കാണെന്നുണ്ടെങ്കിൽ മോനിപ്പം ഞാൻ താഴെ കൊടുത്തേക്കുവാണ്. വൈകിട്ട് ജസ്റ്റ് ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പോകും, അവൻ ജസ്റ്റ് ഒന്ന് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോവും. അങ്ങനെ താഴെ കൊടുത്തേക്കുവാണ്. ആ സമയത്താണ് ഇത് എടുത്തത്, അല്ലെന്നുണ്ടെങ്കിൽ അത് നടക്കൂല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.